തഴതഴിഞ്ഞ വാർപ്പൂങ്കുടൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺകു ഒരാളുടെ ഇൻകത്തിന്റെ സെർട്ടൈൻ W are three vectors. Dear students, have you read the first lesson of our English textbook? Yes, the 3 L's of empowerment. Do you remember the name of the first unit? എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് പേര്? Flights of Freedom. Yes. Which is the second lesson? Yes. Any Woman. It is a poem written by Catherine Tynan. Catherine Tynan എഴുതിയ ഒരു പോയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. Before beginning the poem, we can say about our author. Catherine Tynan is a Irish poet. She is famous for her novels and poetry. She is also known as Catherine Tynan Hinkson. Do you understand anything? Yes, Catherine Tynan അയർലൻഡിലാണ് ജനിച്ചത്. അവർ കുറേയധികം ഇംഗ്ലീഷ് നോവൽസും പോയട്രിയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവർ കോമൺലി എന്താ അറിയുന്നത്, എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കാതറിൻ ടൈനാൻ ഹിങ്സൺ. ഓക്കെ, യെസ്. ദെൻ അബൌട്ട് അവർ പോയം. എനി വുമൺ is a metaphorical poem. It is a short poem of 6 stanzas. Any woman എന്നുള്ളത് ഒരു മെറ്റഫോറിക്കൽ പോയം. എന്താ മെറ്റഫോറിക്കൽ പോയം പറഞ്ഞാൽ? ഹാവ് യു ഹേർഡ് മെറ്റഫർ? മെറ്റഫർ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ്? യെസ്, മെറ്റഫർ ഈസ് എ കമ്പാരിസൺ. ദാറ്റ് ഈസ് ടു കമ്പയർ സംതിങ് വിത്ത് അനദർ. അതായത് ഒരു വസ്തുവിനെ വേറൊരു വസ്തുവുമായിട്ട് ഉപമിക്കുന്നതാണ് എന്ത്? മെറ്റഫർ. അപ്പോൾ നമുക്ക് ഈ പോയത്തിൽ കുറേയധികം മെറ്റഫേഴ്സ് കാണാം. അതുകൊണ്ട് ഈ പോയത്തിൽ എന്ത് പറയുന്നു? മെറ്റഫറിക്കൽ പോയം. ഓക്കെ, ഹിയർ ദ സ്പീക്കർ ഈസ് എ വുമൺ ഓർ എ മദർ. നമ്മുടെ പോയത്തിൽ സ്പീക്കർ ആരാ? ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മദർ. ഓക്കെ, വാട്ട് ഇസ് തീം ഓഫ് ദ പോയം? മേ ബി ഈ പോയത്തിൽ തീം എന്താണ്? മദർഹുഡ് ആൻഡ് മദേഴ്സ് ലവ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മയുടെ സ്നേഹമില്ലാതെ നമുക്ക് വളരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും മാതൃത്വത്തെക്കുറിച്ചും ഉള്ളൊരു പോയാണ് എനി വുമൺ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ്, യെസ്. ദെൻ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോയം. ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് അതിലെ ഫസ്റ്റ് സ്റ്റാൻസ വായിച്ച് നോക്കുക. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്? ഇതിന് മനസ്സിലായോ? യെസ്. ഹൗ ദ പോയം ബിഗിൻസ്? I am the pillars of the house, keystone am I. What is that? I am the pillars of the house, the keystone am I. Do you understand the meaning? എന്താ പില്ലർ എന്ന് പറഞ്ഞാൽ? നമുക്കൊക്കെ അറിയാം, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? പില്ലറാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഐ പറഞ്ഞ ആരാണ്? സ്ത്രീ. സ്ത്രീ തന്നെ പില്ലറിനോട്, ഒരു ബിൽഡിങ്ങിൻ്റെ പില്ലറിനോടും അതുപോലെ തന്നെ അവിടെയുള്ള കീ സ്റ്റോൺ പറഞ്ഞെന്താ? പ്രധാനപ്പെട്ട കല്ല്. ഒരു ബിൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കല്ലിനോടും ഉപമിച്ചിരിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ്? അതായത് നമുക്കറിയാം, ഒരു നെടുന്തൂണ് വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ കെട്ടിടം മൊത്തം തകർന്നു വീഴും. അതുപോലെ ഒരു അമ്മയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നശിച്ചു പോകുമെന്നാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. യെസ്, what is the meaning of the first stanza? Mother is the important member of the family. She acts as the supporting system of the family. What is the meaning? ഒരു സ്ത്രീ എന്നുള്ളത് ഈ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമാണ്. അതുപോലെ തന്നെ
ഷീ സപ്പോർട്ട്സ് എവരി വൺ ഇൻ ദ ഫാമിലി. ഫാമിലിയിലെ എല്ലാ അംഗങ്ങളെയും ഒരുപോലെ സഹായിക്കുന്നവളെ സപ്പോർട്ട് ചെയ്യുന്നവളാണ് ആര്? ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മ. ആ അമ്മ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമുക്ക് ഫാമിലീസ് എല്ലാം തോന്നുമോ? ഇല്ല, ആ ഫാമിലി മൊത്തം നശിക്കും അല്ലേ? അതാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ദി ഇമ്പോർട്ടൻസ് ഓഫ് വിമൺ ഇൻ എ ഫാമിലി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻസർ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് ആർ ദ കമ്പാരിസൺ ഇൻ ദ പോയം? എന്തൊക്കെ കമ്പാരിസൺ, എന്തൊക്കെ ഉപമകളാണ് ഇവിടെ കാണുന്നത്? പില്ലേഴ്സ് ആൻഡ് കീസ്റ്റോൺ. ഓക്കെ, വെരി ഗുഡ്. ദെൻ ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് സ്റ്റാൻസ. ആർ യു റെഡി? അടുത്ത സ്റ്റാൻസയിലേക്ക് പോവല്ലേ? There also the line starts with I am the fire upon the hearth. Fire upon the hearth. What is hearth? അടുപ്പ് അല്ലെങ്കിൽ നെരിപ്പോട്. അടുപ്പിനെ തീയായിട്ടാണ് ഇവിടെ പറയുന്നത്. അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളത് അടുപ്പിലെ തീയാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സൂര്യൻ്റെ പ്രകാശമായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്ന ഹീറ്റായിട്ടും ഇവിടെ കവയിത്രി ഒരു സ്ത്രീയെ ഉപമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഉപമിച്ചിരിക്കുകയാണ്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ്? യെസ്, ഇവിടെ എന്തൊക്കെ കമ്പാരിസൺ ആണുള്ളത്? ഫയർ അപ്പോൺ ദ ഹാർത്ത്, ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ ആൻഡ് ഹീറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സ്റ്റാൻസ? യെസ്, വാട്ട് മേ ബി? എന്താണ് ഇതിൻ്റെ അർത്ഥം? വി ഓൾ നീഡ് ദ മദേഴ്സ് ലവ് ടു ലിവ്. നമുക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരമ്മയുടെ സ്നേഹം ആവശ്യമാണ് അല്ലേ? ഒരമ്മ ഇല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കത് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഇസ്ന്റ് ഇറ്റ്? യെസ്, നമുക്കറിയാം. നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മൾ ആരോട് ഷെയർ ചെയ്യുക? അമ്മയോട്. എന്ത് തെറ്റിനും ക്ഷമിക്കുന്നത് ആരാണ്? അമ്മയാണ്. സോ മദേഴ്സ് ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ വൺസ് ലൈഫ്. അമ്മയുടെ സ്നേഹം എന്നുള്ളത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? സെക്കൻഡ് സ്റ്റാൻസ ഈസ് ഓവർ. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ വി ക്യാൻ സീ 3 metaphors. That is, they fire upon the hearth, light of the good sun and heat. Do you understand? Then third stanza. Third stanza also she says about the bondage between, otherwise the dependence between the mother and the children. അതായത് കുട്ടികൾ എത്രത്തോളം അമ്മയെ ആശ്രയിക്കുന്നു എന്നാണ് അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്. ഓക്കെ, ഇൻ എവരി സിറ്റുവേഷൻ ദേ റീച്ച് ദർ മദർ. കുട്ടികൾ അവർക്ക് എന്ത് പ്രോബ്ലം വന്നാലും എന്താ ചെയ്യുക? അമ്മയുടെ അടുത്ത് പോയിട്ട് ആ അമ്മയുടെ കൈകളിൽ പോയി തൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന സമാധാനം വളരെ അധികമാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് സ്റ്റാൻസ? ദാറ്റ് ഈസ് മദർ ഹെൽപ്സ് ചിൽഡ്രൻ ടു ത്രൈവ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് ജീവിക്കാൻ, അതായത് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് ജീവിക്കാൻ എന്ത് സഹായിക്കുന്നു? അമ്മയുടെ സ്നേഹം സഹായിക്കുന്നു എന്താണ് അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ? യു അണ്ടർസ്റ്റാൻഡ്? നൗ വി ഹാവ് കംപ്ലീറ്റഡ് 3 stanzas. ഓക്കെ, എനി ഡൗട്ട്? യെസ്. Then next stanza, here the poet compares woman to, otherwise mother to, a sacred ring. Sacred, what is the meaning of sacred? പരിശുദ്ധം അല്ലേ? വളരെ പരിശുദ്ധമായ ഒരു റിങ് ആയിട്ടാണ് ഇവിടെ അമ്മയെ കമ്പയർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുള്ള റിങ്ങാണ്? ഷീ നെവർ allow any child to escape from the knots of love. What is the meaning? Knots. Knots means കെട്ടുകൾ. സ്നേഹമാകുന്ന കെട്ടുകൾ കൊണ്ട് തന്നിലേക്ക് കുട്ടികളെ വരിഞ്ഞ് അടുപ്പിക്കുന്നവളാണ് ആര്? ഒരു സ്ത്രീ. ഓക്കെ, ഷീ നെവർ അലോ എനി ചൈൽഡ് ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് സ്ട്രിങ്. അവിടുന്ന് ഒരാൾക്ക് പോലും വിട്ടുപോകാൻ കഴിയില്ല. ഓക്കെ, എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഒരു അമ്മയ്ക്കും തൻ്റെ മക്കൾ വഴിതെറ്റി പോകുന്നത് ഇഷ്ടപ്പെടില്ല. ഓക്കെ, എപ്പോഴും എന്താവും? എൻ്റെ മോൾ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ മോൻ എന്താ ചെയ്യുന്നത്?
അവൻ എന്തെങ്കിലും ചെയ്യുമോ? ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ടിൽ പെടുമോ? അങ്ങനെ പെടാതെ മക്കളെ തന്നിലേക്ക്, തൻ്റെ സ്നേഹം കൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കുന്നവളാണ് ഒരു അമ്മ. ഓക്കെ, ശരിയല്ലേ? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുക. അച്ഛൻ ക്ഷമിക്കുമോ? ഉണ്ടോ? ഇല്ല. പക്ഷെ അമ്മ ക്ഷമിക്കും, എല്ലാം മറക്കും, നമ്മളെ ആശ്വസിപ്പിക്കും. ഒരമ്മയ്ക്ക് മാത്രമാണ് സ്വന്തം മക്കളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ മദറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ പോയത്തിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ? സർ നോ? യെസ്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ, that is fourth. Here the poet says that I am the house from floor to roof. I am the house from floor to roof. Floor, you know, തറ അല്ലേ? തറ. റൂഫ് പറഞ്ഞാൽ മേൽക്കൂര അല്ലേ? ഇവിടെ പോയിട്ട് എന്താ പറയുന്നത്? താൻ തറ മുതൽ റൂഫ് വരെയുള്ളൊരു വീടാകുന്നു എന്ന് പറയുന്നു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? എന്തായിരിക്കും എൻ്റെ മീനിങ്? യെസ്, ഷീ ഈസ് എവരിത്തിങ് ഇൻ ദ ഹൗസ്. അതായത് വീട്ടിലെ എല്ലാം ആരാണ്? ഒരു സ്ത്രീയാണ്. ഓക്കെ, ക്ലിയർ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? യെസ്, ഷീ ക്ലീൻസ് ഓൾ ദ ഹൗസ്. ഷീ ഡെക്ക് ദ വാൾസ്. വോളിലൊക്കെ എന്തെങ്കിലും പൊടിപടലങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വൃത്തിയിൽ വെക്കുന്നു. പിന്നെ ബെഡ്ഷീറ്റുകളെല്ലാം കുടഞ്ഞ് വിരിച്ച് വൃത്തിയിൽ വെക്കുന്നു. അങ്ങനെ എന്താണ് ചെയ്യുന്നത്? ഷീ വിൽ മാനേജ് എവരിത്തിങ് ഇൻ ദ ഹൗസ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ആരാണ്? ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു അമ്മയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെ എന്താണ് കമ്പാരിസൺ വരുന്നത്? ദ പോയറ്റ് കമ്പയർസ് ഹെർസെൽഫ് ടു എ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. അതായത് ഹൗസ് ആയിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഇൻ ദ ഫിഫ്ത്ത് സ്റ്റാൻസ she compares herself to a house. How the lines begins? I am the house from floor to roof. What is the meaning of that? She is the house. Okay, what may be the meaning? She is everything in the house. വീട്ടിലെ എല്ലാം ചെയ്യുന്നത് ആരാണ്? ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മയാണ് എന്നതാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? We know that our mother does all the works. She cleans the house, deck the walls, clean the bed sheets, etc. What is the meaning? അതായത് ചുമരുകളെല്ലാം വൃത്തിയാക്കി വെക്കുന്നു, അതുപോലെ കർട്ടൻസ് എല്ലാം ശരിക്ക് വിരിച്ചു വെക്കുന്നു, ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞ് വിരിച്ച് വെക്കുന്നു. ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? ഒരു അമ്മയാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് എ മദർ ഇൻ ദ ഹൗസ്. ക്ലിയർ? Okay, then the last stanza, sixth stanza, very important. Okay, here we can see two comparisons, otherwise metaphors. How it begins? Look at the book. Yes, I am the door, I am the wall against all the dangers, the door against the wind and snow. What is the meaning of that? Door, wall. അതായത് മക്കൾക്ക് വരുന്ന അപകടങ്ങളെല്ലാം തടഞ്ഞു നിർത്തുന്ന മതിലായിട്ട്, അതുപോലെ തന്നെ അവർക്ക് വരുന്ന പ്രോബ്ലംസ് എല്ലാം തടയുന്ന ഒരു വാതിലായിട്ട് ആര് ജീവിക്കുന്നു? അമ്മ. What is the meaning of that? She is the protector of her children. അതായത് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ വേണ്ടി അവരെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? അമ്മ. ഹിയർ വി ക്യാൻ സീ വിൻഡ് ആൻഡ് സ്നോ. എന്താ വിൻഡ് ആൻഡ് സ്നോ പറഞ്ഞാൽ? യെസ്, കാറ്റും മഞ്ഞും. അതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഡോറൊക്കെ ഉണ്ടാകുന്നത് എന്തിനാ? കാറ്റും മഞ്ഞും കൊള്ളാതിരിക്കാൻ വേണ്ടി അല്ലേ? ഇവിടെ ഇത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിംബോൾസ് ആണ്, പ്രതീകാത്മകമായിട്ടാണ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ഇഷ്യൂസ്, ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് ഇവിടെ വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. നൗ ഹിയർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഷീ പ്രൊട്ടക്ട്സ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ ഡേഞ്ചേഴ്സ്. ഓക്കെ, ലാസ്റ്റ് ദ കൺക്ലൂഡിംഗ് ലൈൻസ്. ദ പോയം എൻഡ്സ് വിത്ത് എ പ്രയർ. ഈ പോയം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. ആരോട്? ലുക്ക് അറ്റ് ദ ബുക്ക്. Thou,
a woman lied in a manger. Take me not till my children grow. Listen, mother's feeling. നമുക്കിവിടെ ഒരു അമ്മയുടെ ഫീലിംഗ് ആണ് കാണുന്നത്. Thou. Do you know what is the meaning of thou? We have learned last year. Yes, thou means you. Thou is an old English word. Yes. ഇവിടെ thou വന്ന ആരാണ്? അതിന് ശേഷം നോക്കൂ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? Whom a woman lied in a manger. മാങ്കർ പറഞ്ഞ പുൽത്തൊട്ടി. പുൽത്തൊട്ടിയിലുണ്ടായ ദൈവം. Who is that? ആരാണ്? യെസ്, ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ യേശു ക്രിസ്തുവിനെ വിളിച്ചിട്ടാണ് പറയുന്നത്. ദൈവത്തോട് പറയാണ്. എന്താ പറയുന്നത്? Look at that line. Take me not till my children grow. എൻ്റെ മക്കൾ വലുതാവുന്നത് വരെ എന്നെ തിരിച്ചു പിടിക്കരുതേ. എന്താ അതിൻ്റെ അർത്ഥം? The mother wishes to live till her children grow. തൻ്റെ മക്കൾ വലുതാകുന്നതുവരെ, സ്വന്തം കാലിൽ നിൽക്കുന്നതുവരെ തന്നെ തിരിച്ചു വിളിക്കരുതേ. അതായത് അതുവരെ ജീവിക്കാൻ അമ്മ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താ കാണുന്നത്? ഒരമ്മയ്ക്ക് തൻ്റെ മക്കളെക്കുറിച്ചുള്ള ആ ആദിയാണ് ഇവിടെ കാണുന്നത്. താൻ ഇല്ലാതായി കഴിഞ്ഞാൽ തൻ്റെ മക്കൾ സേഫ് അല്ലാതാവൂ എന്നുള്ള പേരിലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ദ പോയം? ഓക്കെ, ഹിയർ വി ക്യാൻ സീ സോ മെനി rhyming words, comparisons. You have to put out the the rhyming words. Okay, yes, then we can conclude the poem. Be safe, be happy. Thank you.